അക്കിടിപ്പുറം പഞ്ചായത്ത്. ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാ? ഇന്ന് വോട്ടെടുപ്പല്ലേ, പോയി 2 വോട്ട് പിടിക്കാൻ നോക്കിയേ. ഇങ്ങനെ കിടന്നുറങ്ങിയാലേ പെട്ടിനകത്ത് വോട്ട് വീഴത്തില്ല. സിസിലി, ഈ മാത്തൻ ജയിക്കുമെന്നുള്ള കാര്യം അക്കിടിപ്പുറം മുഴുവൻ ഉറപ്പിച്ചതാ. എന്റെ മുഖം കണ്ടാ മതി വോട്ട് പെട്ടി വീഴും. നീ ആ വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഇഞ്ഞെടുത്തേ. ഇന്നത്തെ വോട്ടിങ് ഞാൻ തന്നെ ജയിക്കും, അത് വേറെ കാര്യം. ഇതാരാന്നാവൂ? ആ നമസ്കാരം. വോട്ട് ചെയ്യാൻ പോയില്ലേ? ഇപ്പൊ ഞങ്ങൾ കുടുംബടക്കം പോകാൻ നിൽക്കത്തില്ലയോ? ആണല്ലേ? മാത്രം വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷം എന്ന് വെച്ചാൽ ഇന്ന് ഇലക്ഷൻ അല്ലേ, അപ്പൊ ഈ ജയിച്ചു കഴിഞ്ഞാലല്ലേ ഞാൻ പറഞ്ഞ ഐഡിയാസ് എല്ലാം നടക്കും. നമ്മുടെ അക്കിടിപ്പുറത്തിന്റെ വികസനേ. പിന്നെ ഈ ജോയിയെ നമുക്ക് എങ്ങനെ താഴെ ഇറക്കണം, അതാണ് എന്റെ മെയിൻ. വേണം. കാരണം അയാളാ വികസനത്തിന് എതിരാണ് ഈ ജോയി. അപ്പൊ നമ്മുടെ വികസനം നടക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ ജയിക്കണം. ഇത്തവണ മാത്ത ജയിച്ചിരിക്കും. എന്റെ കുടുംബത്തിന് വോട്ട് മാത്രമാണ്, ഒരു സംശയമുണ്ട്. അതെനിക്കറിയാം, 100% അത് ഉറപ്പ് തന്നെയാണ്. എന്നാലും ഞാൻ ഉറപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, നടക്കട്ടെ കാര്യങ്ങൾ. ഇവനൊക്കെ വോട്ട് കൊടുത്തിട്ട് എന്നാ നടക്കാനാ? വത്സ, എന്തോ നമുക്കൊരു 500 ലഡു മേടിക്കണം. എന്തിനാ മാത്ത? ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോഴേ നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാർക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കണം. അതാ എൻ്റെ രസം. എന്റെ മാത്ത, ഈ അലമാറ നിറച്ചു പോണ്ടിരിക്കുന്നു, അതൊക്കെ എടുത്ത് കൊടുത്താ പോരെ? എൻ്റെ വത്സ, നമുക്ക് ആരെയും എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ടല്ല, സ്നേഹം, സന്തോഷം, അതിനു വേണ്ടിയ ലഡു ഞാൻ പറഞ്ഞേ. നിന്റെ ബോണ്ടറി കച്ചവടത്തിനാണോ അവിടെ? മാതാ, റിസൾട്ട് വന്നടാ. വന്നാ ജയിച്ചെന്നെ. നീ തോറ്റു പോടാ. ഞാൻ തോറ്റ. എത്ര വോട്ട്? നിനക്ക് മൊത്തം കിട്ടിയ 4 വോട്ട്. 4 വോട്ട് എനിക്ക് കിട്ടുമോ? 4 വോട്ട്? 4 ഓട്ടോ? ഒരു ഓട്ടോറിക്ഷയിൽ കയറിപ്പോണ്ട് ജനബന്ധനെ നിൽക്കൊള്ളല്ലോ മാത്ത. രാവിലെ വെള്ളയിട്ട് പോകുന്ന കണ്ടപ്പോ ഞാൻ ഓർത്ത് മുഖ്യമന്ത്രിയാകാൻ പോവാന്ന്. അങ്ങനെ പറയാൻ വഴിയില്ല, ഞാൻ ജയിക്കണ്ടാണല്ലോ കുട്ടച്ച. ഉറപ്പാണോ? ഉറപ്പായിട്ടും വികസനം ജയിച്ചു മാത്ത, വികസനം ജയിച്ചു. എന്നെ താഴെ ഇറക്കാൻ നോക്കിയ നിനക്ക് കിട്ടിയത് 4 വോട്ട്. നീ ഒരു കാര്യം ചെയ്യും, ആ 4 വോട്ട് ഇവിടെ കൊടുത്ത് ബോണ്ട മേടിച്ചു തിന്ന. എനിക്ക് ഒരുപാട് സ്വീകരണ സ്ഥലത്ത് പോകണം. മാത്ത, സങ്കടപ്പെടണ്ട. ഈ ചൂട് പോണ്ട് കഴിക്കും, നിന്റെ സങ്കടം എല്ലാം മാറും. ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാ? ഇന്ന് വോട്ടെടുപ്പല്ലേ, പോയി 2 വോട്ട് പിടിക്കാൻ നോക്കിയേ. ഇങ്ങനെ കിനാവ് വേണ്ടല്ലേ, വോട്ട് പെട്ടിയിൽ വീഴത്തില്ല. സിസിലി, നിനക്ക് ഓർമ്മ പോയ ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞില്ലേ? ഞാൻ 8 പൊട്ടിയില്ലേ? മെമ്പർ ജോയി എന്നെ കവല വെച്ച് കളിയാക്കിയതല്ലേ? വോട്ടെടുപ്പ് കഴിഞ്ഞു. നിങ്ങൾ എന്ത് മനുഷ്യ വട്ടായ? നിങ്ങൾ എന്താ കുടിച്ചിട്ടാണ് കിടന്നത്? ഇന്നാണ് വോട്ടെടുപ്പ്. പോയി കുളിച്ച് വെള്ളം ഇട്ടിട്ട് ഇറങ്ങാൻ നോക്കിയേ. ഇന്ന് വോട്ടെടുപ്പാ? ആ, എന്റെ ദൈവം, അപ്പൊ ഞാൻ ഇന്നലെ കണ്ടത് സ്വപ്നമായിരുന്നു. വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം ഭരിക്കുമെന്നാണ്. എങ്ങനെയെങ്കിലും വോട്ട് പിടിച്ച് ആ മെമ്പർ ജോയിയെ തോൽപ്പിക്കണം. ഇല്ലെങ്കിൽ അവൻ പറയും എനിക്ക് കിട്ടുന്ന 4 വോട്ട് ഏതെങ്കിലും കടയെ കൊണ്ട് കൊടുക്കാൻ. ജയിക്കും ഞാൻ. ഓടും പരിപാടികളൊന്നും നടക്കുന്നില്ല. ജയിക്കത്തില്ല, മടുപ്പ. എന്നാ ചെയ്യാൻ പറ്റും? അങ്ങനെ വരാൻ വഴിയില്ല. എല്ലാം കൃത്യസമയത്ത് നടന്ന വോട്ട് ചെയ്യണം എനിക്ക്. മാസത്തിന് തന്നെ എന്റെ ഫാമിലിയുടെ വോട്ട് ആണല്ലേ? മഹേഷേ, എത്തിയേക്കണം കേട്ടാ.
തലയാട്ടിയെ പോലെ വരണം. ഇവനൊക്കെ കൃത്യസമയത്ത് വന്ന് വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. എടുത്ത് ആർക്കാട്ട് വോട്ട് ആ ഒന്നും ഞാൻ പറയത്തില്ല. എന്നാലും ഒന്ന് പറയേ. ഇല്ലില്ല പറയല. പീലിയേ എങ്ങോട്ടാ രണ്ടുപേരുടെ? എനിക്ക് തന്നെ വോട്ട് ചെയ്യുമല്ലോ അല്ലേ? വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് അറിയാം, നമ്മുടെ ഈ റോഡിന്റെ റീടാറിങ് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ നടത്തി തരും, അത് ഉറപ്പാണ്. പിന്നെ മാത്രമല്ല പഞ്ചായത്ത് പുതിയൊരു പദ്ധതി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ കുടുംബത്തിനും 10 കോഴി വെച്ചാ 10 കോഴി വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഓടുക എന്ന് വെച്ചാൽ എന്താ കളിച്ച കാര്യമാണ്. അങ്ങ് എത്തിക്കും ഞാൻ. അപ്പൊ വോട്ട് അടിക്കല്ലേ? ഉറപ്പല്ലേ? ഉറപ്പ്. ചെല്ല് നടക്കട്ടെ, കാണാം. അതെ എല്ലാരും പറയുന്നുണ്ട് വോട്ട് തരാം. അപ്പൊ ഞാൻ കണ്ടത് യഥാർത്ഥത്തിൽ സ്വപ്നമാണോ? ജയിക്കായിരിക്കുമല്ലേ? അതൊന്നും ഞാൻ പറയല. ആ എന്നാണേലും പറയണേ. പറയല. മാത്തോ നീ ടെൻഷൻ അടിച്ചിരിക്കുന്നു. അല്ല വത്സ, ഇലക്ഷന് ഞാൻ ജയിക്കൂ? ജയിക്കുമല്ലോ. ജയിക്കത്തില്ലേ? ജയിക്കും. ജയിക്കല്ലേ? ജയിക്കും. ജയിക്കും. ആ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? നമ്മള് ജയിച്ചില്ല പിന്നെ അതാ റിസൾട്ട് വന്ന്. റിസൾട്ട് വന്നടാ. ഞാൻ ജയിച്ച? നീ 8 നില പൊട്ടിയടാ. 8 നില പൊട്ടിയ? ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം അതുപോലെ പരിക്കുവാണല്ലോ. പൊട്ടി എത്ര പൊട്ടി? നിനക്ക് 4 വോട്ട് കിട്ടുള്ളൂ. ഇത്തവണ 4 ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. വികസനം ജയിച്ചു മാത്ത, വികസനം ജയിച്ചു. എന്നെ താഴെ ഇറക്കാൻ ശ്രമിച്ച നിനക്ക് കിട്ടിയത് 4 വോട്ട്. നീ ഒരു കാര്യം ചെയ്യ്, അത് ഈ ചാക്കരെ കൊടുത്ത് ബോണ്ട മേടിച്ചു നിന്ന്. എനിക്ക് ഒരുപാട് സ്വീകരണമുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. മാത്താ സങ്കടപ്പെടില്ല. ഈ ബോണ്ട കഴിച്ച് എന്റെ സങ്കടം എല്ലാം മാറും. എന്റെ ജീവിതം നശിപ്പിച്ച ഈ ബോണ്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടുണ്ട് പോയത്. ഇന്നലെ ഞാൻ ഈ ബോണ്ട കഴിച്ചത്. അതെന്താണ് മൊത്തം ജലസിന് പറ്റുമ്പോൾ നിന്റെ കിളി പോയാ? ഈ ബോർഡാണോ നിന്നെ തോപ്പിച്ചത്? നിനക്ക് അറിഞ്ഞൂടാ ഈ ബോണ്ടയെ പറ്റി? ഈ ബോണ്ടയിൽ എന്തോ മായം ചേർന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഈ ബോണ്ട കഴിച്ച ശേഷം സമയം പിറകിലോട്ട് പോവാണ് കുട്ടച്ച. ഞാൻ ഇന്നലെ ഇലക്ഷന് തോറ്റാന്ന്. എടാ ഇവന്റെ ഈ ബോണ്ട കഴിച്ചപ്പോ നിന്റെ സമയം പിന്നോട്ട് പോകണം. അപ്പൊ ആ പരിപ്പൂട കഴിച്ചാൽ നിന്റെ സമയം മുന്നോട്ട് പോവാ. അല്ലെങ്കിൽ എനിക്ക് കാര്യം ഇവന്റെ അലമാര ടൈം മെഷീൻ വല്ലതും ആണോടാ? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിന് വിദേശികൾ പറയുന്ന ഒരു പേരുണ്ട്, ടൈം ലൂപ്പോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അങ്ങനെ എന്തോ പറഞ്ഞത്. ബോണ്ട നിന്നാൽ സമയം പുറകോട്ട് പോകുമെങ്കിൽ ആ പഴംപൊരി നിന്നാൽ സമയം ഹാരപ്പൻ യുഗത്തിലേക്ക് പോകും. അത്രയ്ക്കും പഴക്കമുണ്ട് ആ പഴംപൊരിക്ക്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ ഇത് തെളിയിച്ചെന്നാ പോലെ ഈ ബോണ്ട് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ സമയം പുറകിലോട്ട് പോകുന്നു. ഉറപ്പാണ്. ഞാൻ തെളിയിച്ചേരാം. ഇനി എടുത്തേ. എനിക്കറിയാം ഇന്ന് വോട്ടെടുപ്പാണ്. ഇറങ്ങിപ്പോയി 2 വോട്ട് പിടിക്കണം. ഇങ്ങനെ കിടന്നുറങ്ങിയ വോട്ട് പെട്ടി വീഴൂല. ഇതല്ലേ പറയാൻ വന്നത്? ഞാൻ ഇറങ്ങിപ്പോകുന്നു, 2 വോട്ട് പിടിക്കുന്നു. എന്താ വിഷയം? ഞാൻ അങ്ങോട്ട് സ്റ്റമ്പർ മേടിച്ചാൽ മതി. എന്റെ കാലിലും ടേറ് കിട്ടിക്കഴിഞ്ഞാൽ കാലൊടിഞ്ഞ് ആകപ്പെടാനെയോ. ഇപ്രാവശ്യം എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും കേട്ടോ? പിന്നെ സത്യം നിന്റെ കാല് പിടിക്കാം. കാരണം അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. കാരണം എല്ലാവരും ഈ ചെയ്യാന്ന് പറയണല്ലാതെ ആരും ചെയ്യുന്നില്ല. ചെയ്യൂ? തീർച്ചയായിട്ടും ഉറപ്പായും. പിന്നെ വേറൊരു കാര്യമുണ്ട്, പഞ്ചായത്തിൽ പുതിയ പദ്ധതി വന്നേക്കുണ്ട്. ആണോ? സ്വന്തമായിട്ടൊരു ടർഫ്. ടർഫിന്റെ ഉത്തരവാദിത്വം ആരാ? മോന. ഞാനോ? പിന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മോനെ ഏൽപ്പിക്കൂ ടർഫ്. ആണോ? വേറെ ഒരുത്തനെ ഞാൻ കൈവയ്ക്കാൻ സമ്മതിക്കത്തില്ല. ഉറപ്പാണ്? തീർച്ചയായിട്ടും. അപ്പൊ ചെയ്യൂ വോട്ട്? പിന്നെ എന്റെ വോട്ട് ഉറപ്പായിരിക്കും. പിന്നെ ശരി. ഓക്കെ, സന്തോഷം. ഹലോ. പറഞ്ഞു. ഇതൊക്കെ ഈ ചെയ്യാന്ന് പറയണല്ല, ചെയ്യൂ. എപ്പോഴും ഫോണ് ടിവിയിൽ വെച്ചോണ്ട് കിടക്കുന്നു, ഒരു ബോധവും ഇല്ലാതെ കിടക്കുന്നു. ഇങ്ങനെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ഇവനൊക്കെ ഒന്ന് വോട്ട് ചെയ്താൽ മതിയായിരുന്നു. ഒരു പരിപാടി സെറ്റ് ആവില്ല. ഒരു പരിപാടിയുണ്ട്. ബൈക്ക് റെന്റൽ. അതിന് ബൈക്കുണ്ടോ? ബൈക്കില്ല. അതാണ് ഞാൻ ഒരു പരിപാടി. ബൈക്ക് നമ്മൾ റെന്റിന് എടുക്കുന്നു, എന്നിട്ട് കൂട്ടിക്കൊടുക്കുന്നു. മനസ്സിലായില്ല.
എടാ നമ്മളൊരു 750 രൂപയ്ക്ക് ബൈക്ക് റെന്റിന് എടുക്കുന്നു, 800 രൂപയ്ക്ക് വേറെ ആൾക്ക് റെന്റിന് കൊടുക്കുന്നു, 50 രൂപ ലാഭം, 30 എനിക്ക് 20 നിനക്ക്. അതന്നെ പരിപാടിയാ. 50 ഉണ്ടെങ്കിൽ മാത്രം പണി ചെയ്താൽ മതി. എടാ ഐഡിയ എൻ്റെ അല്ലേ? എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോഴത്തേന് 50-50 അതുണ്ടെങ്കിൽ മാത്രം മതി. ചുമ്മാ അല്ല ഒരു പരിപാടി സെറ്റ് ആവും കേട്ടാ. ഒരു ബിസിനസ് നടക്കാത്തതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായ? 50-50 പാർട്ട്ണർഷിപ്പ് അത് മതി. ഇതാണ് ഒരു പരിപാടി ഇവിടെ നടക്കാത്തത്, ഒരു ബിസിനസ്സും പച്ച പിടിക്കാത്ത, മനസ്സിലായ? ആ നിന്റെ തന്തപ്പടി വരുന്നു. നാട്ടുകാരടുത്ത് മുഴുവൻ കാല് പിടിച്ചും അപേക്ഷിച്ചും ഒരു വോട്ടിന് വേണ്ടി എന്നിട്ട് ഒരുത്തം പോലും ചെയ്യുന്നില്ലല്ലോ. എന്തോ വള്ളിയാ, വെറുതെ ഇരിക്കാനും സമ്മതിക്കുന്നില്ല. പുതിയ എന്തെങ്കിലും ഐഡിയ. മോനെ സെബാസ്റ്റ്യ, എടാ വിരീഷേ, നിങ്ങൾ രണ്ടുപേരുടെ ചേർന്ന് ഒരു സെന്റിമെന്റ്സ് വീഡിയോ എടുത്തിട. അതെങ്കിലും കണ്ടിട്ട് 10 വോട്ട് തരട്ടെ ആരെങ്കിലും. സംഭവം കൊള്ളാം. സെന്റിമെന്റൽ റീൽ റീലുള്ള അതാകുമ്പം അപ്പൻ ഇങ്ങനെ കരയുന്നതിന്റെ ഒരു സാധനം വില പിടിച്ചിട്ട് തന്താനെ ആ സാധനം ഇട്ടിട്ട് മ്യൂസിക് അത് ഏത് വേണം ഇടാല്ലോ, തന്തയാണെന്നുള്ള കാര്യം അറിയാലോ. പിന്നെ ആ മ്യൂസിക് തന്നെ വേണമെന്ന് എന്തോ പറയാം നിനക്ക്. മോനെ നീ എടുത്താ മതിയോ? ഞാൻ പറയാം. എന്തോ പപ്പ കരയുന്നതിന്റെ ഒരു വീഡിയോ, അതിനകത്ത് നമ്മൾ സെന്റിമെന്റൽ വീഡിയോ ഇടുന്നു, നാട്ടുകാർക്ക് കാണിക്കുന്നു. അത് കരയും, സങ്കടം അവിടെ പിടിക്കും. പക്ഷെ കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഫീസ് ഉണ്ട്. ഫീസ് നമുക്കൊരു 500 രൂപ ഗൂഗിൾ പേ ചെയ്യണം. സ്വന്തം അപ്പന്റെ പ്രൊമോഷൻ വീഡിയോ നിനക്ക് എന്തിനാ ഫീസ് വയ്ക്കുന്നത്? നിനക്ക് ഉളുപ്പുണ്ടാടാ സെബാസ്റ്റ്യ. ബിസിനസ് വേറെ, അപ്പം വേറെ. അപ്പം വീട്ടില് കാശ് അയച്ചാ പണിയെടുക്കും, ഇല്ല തോക്കാൻ റെഡി ആയിരിക്കും. അത്രേ ഉള്ളൂ. എന്തായാലും നാളെ ലൂപ്പാകുമ്പോ ഈ സമയം തിരിച്ച് പിന്നിലോട്ട് പോകുമല്ലോ. അപ്പൊ ഈ പൈസ എന്റെ അക്കൗണ്ടിൽ തന്നെ കയറിക്കോളും. എന്തായാലും അമ്മ ഉപയോഗിച്ചേ പറ്റും. പൈസ എത്ര പറഞ്ഞത്? 500 സ്കാനർ എടുത്ത് വെച്ചേക്കാണല്ലോ. ചോദിച്ചപ്പോ തന്നെ 500 വേണോ? 500 വേണം. ചെലവുള്ള പരിപാടിയാ. ഓ ഇട്ടിട്ടുണ്ട്. അളിയാ പണി കൊടുക്കൂ. 500 കയറിയിട്ടുണ്ട്. ഓട്ടൊക്കെ കിട്ടുമ്പോ നമ്മളൊക്കെ ഓർക്കണം. സെറ്റാക്ക്. ഹലോ ഗായ്സ്, അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാത്തച്ഛനെ കുറിച്ച് പറയാനാണ്. നമ്മുടെ മാത്തച്ഛൻ ഈ നാടിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് എൻ്റെ ഇത് എക്സ്ക്ലൂസീവിലൂടെ കാണിക്കുന്നത്. ഈ മനുഷ്യൻ വികസനത്തിന് വേണ്ടി എന്തൊക്കെ വേദനകളാണ് അനുഭവിക്കുന്നത്. നമുക്ക് ആ എക്സ്ക്ലൂസീവിലോട്ട് പോകാം. കമോൺ. പ്രിയപ്പെട്ട അക്കിടിപ്പുറം നിവാസികളെ, എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല, ഇപ്രാവശ്യം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്ത് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അറിയാലോ, അതായത് നമ്മുടെ പഞ്ചായത്തിൽ സ്വന്തമായിട്ട്, അതായത് അക്കിടിപ്പുറത്ത് ഒരു ഹെലിപാഡ്, ഒപ്പം തന്നെ ഒരു മാള്. ഇത് എൻ്റെ സ്വപ്ന പദ്ധതിയാണ്. ഉറപ്പായിട്ട് ഞാനിത് കൊണ്ടുവന്നിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റോഡുകളും ടാർ ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. സത്യം, ഇത്തവണ വോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യയുടെ വക്കിലാണ്. കുടുംബത്ത് വിലയില്ല, നാട്ടിലും വിലയില്ലാതെ അയാളുള്ള അവസ്ഥ അറിയാലോ. ദയവ് ചെയ്ത് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഇത് മതി. ഇത് മതിയാ? ഓ അതെ. വത്സ, ഇത്തവണ നമ്മുടെ റീൽസ് എല്ലാം വർക്കാവിട്ടുണ്ട്. ഞാൻ ജയിക്കുമായിരിക്കും അല്ലേ? എന്നാ ചോദ്യാണ്, ജയിക്കുമല്ലോ. പിന്നെ നീ ഞെട്ടിച്ച് നമ്മുടെ വീഡിയോ ശരിക്കും പുറക്കായി. എനിക്ക് എത്ര വോട്ട് കിട്ടി? 5 വോട്ട്. കഴിഞ്ഞ വർഷത്തിൽ 1 വോട്ടാ കൂടിയത്. ഇവന് നല്ല പുരോഗമനമുണ്ട്. ഒരു വോട്ടിന് വേണ്ടിയിട്ടാണ് ഒരു റീൽസിന് 500 രൂപ കൊടുത്ത് നാട്ടുകാരുമ്പോ മൊത്തം കരഞ്ഞു കാണിച്ചത്. മുടിയാനായിട്ട് 500 രൂപ റീൽസ്. എന്തുവാ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാ? ഇന്ന് വോട്ടെടുപ്പല്ലേ, പോയി 2 വോട്ട് പിടിക്കാൻ നോക്കിയേ. സെസിലി വോട്ടിടാൻ പോണേ പോയി വോട്ടിട്. എനിക്കറിയാം, എനിക്ക് കിട്ടാൻ പോണത് 5 വോട്ടിന് താഴെയാണ്. എന്തൊക്കെ മല ഉറച്ചിട്ട് ഒരു കാര്യമില്ല. കൂടെ കിടന്നു യൂട്യൂബിലാണ് റീച്ചും ഇല്ല, നല്ലൊരു
ഇലക്ഷനായിട്ട് നല്ലൊരു കണ്ടന്റ് പോലും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്നാ വീഡിയോ ഇടും? വാർത്തനങ്ങളല്ലേ, വഴിയുണ്ട്. ഹലോ ഗായ്സ്, അപ്പം വീണ്ടും കമോണ്ടർ ബിനീഷിന്റെ ഒരു എക്സ്ക്ലൂസീവ്. ഇന്ന് നമ്മുടെ എക്സ്ക്ലൂസീവിൽ വന്നിരിക്കുന്നത് മാത്തച്ഛനാണ്, നമ്മുടെ മെമ്പർ മാത്തൻ. അപ്പം ഇലക്ഷൻ പ്രചരണമൊക്കെ എവിടം വരെ ആയെന്ന് നമുക്ക് ചോദിക്കാം. മാത്തച്ഛ, ഇലക്ഷൻ പ്രചരണമൊക്കെ എവിടം വരെയായി? ഇലക്ഷൻ പ്രചരണമൊക്കെ എവിടം വരെയായി? എടുത്തോണ്ട് പോക്കോളണം. ഇനി മേല എന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇത് വെക്കരുത്. കൊണ്ട് പോക്കോളണം കേട്ടോ. ഇലക്ഷൻ പ്രചരണം അവിടെ പോയത് ഒരുത്തരെങ്കിലും വോട്ട് ചെയ്തിട്ടാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന പോലെ വോട്ട് ചെയ്തില്ലല്ലോ. സാരമില്ല, വേറെ സ്ഥാനാർത്ഥികളുണ്ടല്ലോ, കാണിച്ചു തരാം. എല്ലാ എണ്ണം എനിക്ക് വോട്ട് ചെയ്യാം, എനിക്ക് വോട്ട് ചെയ്യാം. ഒരുത്ത വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലോ, ഒരുത്ത. എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്, സിസിലി എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്റെ ഭാര്യ. ദേവാത്തോ, എന്റെ വോട്ട് മാത്രമാണ് ചെയ്ത് കേട്ടോ. നിന്റെ വോട്ടും വേണ്ട, എനിക്കൊരു കോപ്പം വേണ്ട. നീ ആ ജോയിക്കാണ് വോട്ട് ചെയ്തെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. അവന്റെ ഒരു പ്ലാസ്റ്റിക് ചിരി എടിച്ച് പൊക്കോണം. ഇവനെങ്ങനെ അറിഞ്ഞു ഞാൻ ഇവന് വോട്ട് ചെയ്യത്തില്ല? അല്ലെങ്കിൽ ഇവനെ കാര്യം വോട്ട് ചെയ്യാറ്. അതോ ഇത്തവണ നമ്മൾ ജയിക്കുമായിരിക്കും അല്ലേ? ജയിച്ചാൽ എന്ത്, ജയിച്ചില്ലെന്ന്. ഫ്രിഡ്ജിലെ തണുപ്പ് നിയന്ത്രിച്ച് ചരിത്രമാണ്, ചരിത്രം. ആ എന്താ സംഭവം? ചരിത്രം എന്ത് ചരിത്രം? എന്ത് ചരിത്രം? ഇത് ചരിത്രമാണെന്ന്. എത്ര ഇത്തവണ 4 വോട്ടാണോ 5 വോട്ടാണോ? അതല്ലെന്ന്. പിന്നെ ഇത്തവണേ നിനക്ക് ഒറ്റ വോട്ടും കിട്ടിയില്ല. ഈ പഞ്ചായത്തിലുള്ള ആരും ഇവന് വോട്ട് ചെയ്തില്ല. വാട്ട പൂജ്യം. നീ ചരിത്രം തിരുത്തി കുറിച്ചടാ. ആ എനിക്കറിയായിരുന്നു ഇങ്ങനെ സംഭവിച്ചോളൂ. മാത്തച്ച ഇങ്ങനെ കിടന്നുറങ്ങിയത് എങ്ങനെയാ? ഇന്ന് വോട്ടെടുപ്പല്ലേ, പോയി 2 വോട്ട് പിടിക്കാൻ നോക്ക്. സിസിലി ആ ചൂലങ്ങ് താഴെ വെച്ചേ. ചിലപ്പം ഞാൻ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല സിസിലി. ചിലപ്പോൾ എനിക്ക് ഒരു വോട്ട് പോലും കിട്ടിയെന്ന് വരില്ല. കാരണം അതിലെനിക്ക് വിഷമവുമില്ല. വലിയ നേതാവൊന്നുമല്ലോ ഞാൻ. ഇന്ന് ഈ ഓട്ടോ ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു ചായ കുടിച്ച് സിസിലിയോടൊപ്പം ഇവിടെ ഇരിക്കാനാണ് എൻ്റെ പ്ലാൻ. സിസിലി പോയി ഒരു ചൂട് ചായ ഇട്ടുകൊണ്ട് വന്നേ. ചെല്ലു. ഞാൻ വേണ്ട കുഴപ്പമില്ല, വേണ്ട, ഞാൻ എടുത്തരാന്നേ. ഓക്കെ അല്ലേ? നന്ദിയുണ്ട് മാത്തില്ല. ഈ തോണത്തെ വോട്ട് മാത്തച്ഛന് തന്നെ. എനിക്ക് വോട്ടൊന്നും വേണ്ട പച്ച. എനിക്കറിയാം ഞാൻ ഇലക്ഷന് ജയിക്കാനൊന്നും പോകണില്ലെന്ന്. പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടത്. ഞാൻ മാർക്കറ്റിലേക്ക് ഞാൻ എടുത്തോളാം വന്നേ. പിന്നെ അല്ലെങ്കിൽ പ്രസിഡന്റ് ഒന്നും ആവാൻ പോകണില്ലെന്ന്. എന്തോ അവന് എനിക്കറിഞ്ഞൂടെ. അത്ര വലിയൊരു ആളൊന്നും അല്ല ഞാൻ. മാതാ, നീ ഇത്തവണ ഞെട്ടിച്ചടാ, ഞെട്ടിച്ചു കളഞ്ഞു. 5, 6, 7 7 വോട്ടാണോ? അല്ലടാ കുഞ്ഞ്, 25 വോട്ട്. ഈ പഞ്ചായത്തിൽ 25 കുടുംബം നിന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്തിരിക്കുന്നു. നീ ഹീറോയാടാ, നീ ഹീറോയാ. നമസ്കാരം. മാത്തച്ച, വികസനം ജയിച്ചു. 25 പേര് നിനക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതെ, എന്നെ നീ ഭീതിപ്പെടുത്തി കളഞ്ഞല്ലോടാ. പക്ഷെ നീ ആള് വലിയ പുലിയാ കേട്ടോ. അഭിനന്ദനങ്ങൾ നേതാവേ. തീർച്ചയായും വിജയം എന്ന് പറയുന്ന താൽക്കാലികമല്ലേ. ജനങ്ങളുടെ മനസ്സിൽ ഇഷ്ടം നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വാക്ക്. ഇനിയെങ്കിലും നാട് നന്നായി ഭരിക്കാൻ നോക്കണം. എന്താവശ്യത്തിനും ദേ ഇവിടെ വരാം. മാത്തൻ ഇവിടെ തന്നെ കാണും. മാതാ, ഇത് സങ്കടപ്പെടണ്ട. ഈ ചൂട് ബോണ്ട കഴിക്കും, സങ്കടം എല്ലാം മാറും. വത്സ, എനിക്കിന്ന് ബോണ്ട വേണ്ട.
എൻ്റെ തോൽവി ഞാൻ ഇന്ന് അംഗീകരിക്കുന്നു. എനിക്ക് ഇനി സമയം പുറകിലോട്ട് പോണ്ട, മുന്നോട്ട് പോയാൽ മതി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു. ഈ ബോണ്ടയ്ക്ക് പകരം ചൂടൊരു കട്ടൻ ചായ തന്നെ, നല്ല മധുരമിട്ട്. മാത്ത ഡേറ്റ് കറക്റ്റ്, സമയം കറക്റ്റ്. ദൈവമേ, ഞാൻ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. യെസ്, ഇനി ഞാൻ ആ ചായക്കടയിലെ ബോണ്ട കഴിക്കൂല. നിങ്ങൾ എന്നതാ ഈ വെളുപ്പാങ്കാലത്ത് കിടന്ന് തുള്ളുന്നേ? നിങ്ങളെ ഇലക്ഷൻ എന്തായാലും 8 നിലയിൽ പൊട്ടി. ഇനിയിപ്പോ ഈ പഞ്ചായത്ത് ഭരിക്കാതെ ദേ നമ്മുടെ ചായക്കടയിൽ പോയി ഇരിക്കാൻ നോക്ക്. സിസിലി, എനിക്ക് തോൽവി ഒരു പ്രശ്നമല്ല. എടി സിസിലി, ലൂപ്പ് പൊട്ടിയടി. ഇനി എനിക്ക് ഒരു വിഷയമില്ല. ഞാനേ വത്സന്റെ കടയിൽ പോയി ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് വരാം. ഇലക്ഷൻ പൊട്ടിയെങ്കിൽ എന്താ, ആ നശിച്ച ലൂപ്പിൽ നിന്ന് പുറത്തു വന്നല്ലോ. മാത്രമല്ല, വത്സന്റെ കടയിൽ നിന്ന് 4-5 ബോണ്ട ചുളുവിന് കഴിക്കാനും പറ്റും. പിന്നെ ആ സെബാസ്റ്റ്യന് കൊടുത്ത 500 രൂപ അതിപ്പോ എൻ്റെ അക്കൗണ്ടിൽ തന്നെ കയറി കാണും. അളിയാ കുട്ടച്ച, വത്സ, എന്തോ ഇന്ന് പുതിയൊരു ദിവസമാടാ, പുതിയ ദിവസം. ഇന്നലകളിലെ ദുഃഖം ഈ മാത്തൻ മറന്നു. ഇന്ന് പുതിയ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. കടുപ്പത്തിനൊരു കട്ടൻ ചായ തന്നെ. പപ്പാ, ഇതൊരു പുതിയ ദിവസമാണല്ലോ. അതെ, ഇന്നലെ നമ്മൾ മറ്റേ സെന്റ് റീൽ എടുക്കാൻ വേണ്ടിട്ടേ പപ്പ എനിക്കൊരു 500 അഡ്വാൻസ് തന്നില്ലായിരുന്നു. അത് ഇന്നലെ വരെ എന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ടായിരുന്നു. ഇന്ന് ഞാനും ബിനീഷും കൂടെ പോയി ബിരിയാണി അടിച്ചതിന് താങ്ക്സ് പപ്പ. എന്ത് 500 രൂപയെ? എടാ ദ്രോഹി, അത് ടൈം ലൂപ്പായിട്ട് തിരിഞ്ഞ് പുറകിലോട്ട് പോയപ്പോ പൈസ എന്റെ അക്കൗണ്ടിൽ കയറിയില്ലേ? എന്ത് ടൈം ലൂപ്പ് എന്റെ പപ്പ, ഇത് ഡിജിറ്റൽ ഇന്ത്യ. ഇലക്ഷൻ ലൂപ്പിലായാലും കാശ് ഇപ്പോഴും എന്റെ സെർവറിലാണ് കിടക്കുന്നത്. മനസ്സിലായ? നോ റീഫണ്ട്. അയ്യോ എന്റെ കർത്താവ്, ടൈം ലൂപ്പായിട്ടും അവന്റെ സെർവറിൽ നിന്നും 500 രൂപ എന്റെ ഗൂഗിൾ പേയിലേക്ക് തിരിച്ചു പോയില്ലേ? 500 രൂപയ്ക്ക് ആകെ കിട്ടിയത് ഒരു വോട്ടാണ്. അത് മാത്രമല്ല മാത്ത, ഇന്നലെ ഇലക്ഷൻ തോറ്റ സങ്കടത്തിലേ ഇവിടെ വന്ന് ബോണ്ട വേണ്ട കട്ട മതി എന്ന് പറഞ്ഞോ. പക്ഷെ അതിനു മുമ്പ് 5 ബോണ്ട എന്റെ വാങ്ങിച്ചായിരുന്നു. അതിന്റെ പൈസ ഇതാ. 5 ബോണ്ട്? എടാ ചതിയ മത്സ, അപ്പൊ സമയം പുറകിലോട്ട് പോയപ്പോ എന്റെ വയറ്റിൽ പോയ ബോണ്ട തിരിച്ചു പുറകിലോട്ട് പോയില്ലേ? എന്റെ മാത്തച്ച, ബോണ്ട എന്റെ കയ്യിൽ നിന്ന് പോയില്ലേ? സമയം അങ്ങോട്ട് പോയാലും എന്റെ കണക്ക് കറക്റ്റാ. മര്യാദക്ക് പൈസ ഇട്. പുറം